ഹരേ കൃഷ്ണ. അങ്ങനെ സുന്ദരകാന്ഡം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം. ചിറകെട്ടി സൈന്യം സാഗരം കടന്ന് ലങ്കയിലെത്തി. ഓരോ ദിവസം കഴിയും തോറും രാവണൻ്റെ അഹങ്കാരം കുറഞ്ഞു തുടങ്ങി. മനസ്സിൽ ചെറുതായി ഒരു പേടി തോന്നി തുടങ്ങി. ശുഗൻ, സാരണൻ എന്നീ 2 ചാരന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അതിബുദ്ധിമാന്മാരാണ്. ചെന്ന് രാമൻ്റെ സൈന്യം എത്രമാത്രമുണ്ടെന്ന് അറിയണം. അവർ ഗംഭീരമായ സമുദ്രത്തിൽ കല്ലുകൾ കൊണ്ട് ചിറയുണ്ടാക്കി. 3 ലോകത്തിലും ഏതു വീരനാണ് ഇപ്രകാരം ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്? വിഭീഷണൻ്റെ ബുദ്ധി എന്താണെന്നും അറിയണം. സേനാധിപതിമാർ ഓരോരുത്തരുടെയും ബുദ്ധി, ബലം, വീര്യം, രാമന് അവർ നൽകുന്ന ഉപദേശം എന്നിവ അറിയണം. ആദ്യം അറിയേണ്ടത് പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നാണ്. രാമൻ്റെ കൂടെ ലങ്കയിൽ രാമനോടൊപ്പം സ്ഥിരമായി യുദ്ധത്തിനുള്ളവർ ആരൊക്കെയെന്ന് അറിയണം. നെറുകയിൽ കൈകൂപ്പി രാജകൽപ്പന സ്വീകരിച്ചുകൊണ്ട് അവർ 2 പേരും വാനര രൂപം ധരിച്ച് വാനരന്മാരുടെ ഇടയിൽ വന്നു കയറി. എത്ര വാനരന്മാർ, കയ്യും കണക്കുമില്ല. സമുദ്രം തരണം ചെയ്ത് വന്നവരത്രേ, ഇനി വരാനുള്ളവരത്രേ. കണക്കുകൂട്ടാൻ ആർക്ക് കഴിയും? നോക്കിക്കാണാൻ തന്നെ കഴിയുന്നില്ല. സൈന്യപ്പെരുപ്പം കണ്ട് ചാരന്മാർ സംഭ്രമിച്ചു പോയി. വിഭീഷണൻ ദൂരെ നിന്ന് ചാരന്മാരെ കണ്ടു. വിഭീഷണൻ 2 പേരെയും തിരിച്ചറിഞ്ഞു. വിഭീഷണൻ സേവകന്മാരോട് പറഞ്ഞു, അവർ വാനരന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. വാനരന്മാർ 2 പേരെയും പിടിച്ച് വിഭീഷണനെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് അവർ ഓടിപ്പോകുന്നത് കണ്ട് വാനരന്മാർ മരങ്ങൾ പിഴുതെടുത്തുകൊണ്ടു വന്നു. രാക്ഷസന്മാർ ബാണമെയ്തു. മരത്തടി തുണ്ടം തുണ്ടമായി. അതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള മറ്റൊരു മരവുമായി സുഗ്രീവൻ എതിർത്തപ്പോൾ ചാരന്മാർ ഗദ കൊണ്ട് എതിർത്തു. സുഗ്രീവനും ഗദയെടുത്തു. രാക്ഷസന്മാരുടെ മാറിടത്തിൽ അടിച്ചു. വജ്രതുല്യമായ മാറിടത്തിൽ വീണ ഗദ മുറിഞ്ഞുപോയി. പിന്നീട് എല്ലാവരും ചേർന്ന് ചാരന്മാരെ ബന്ധിച്ചു രാമൻ്റെ തിരുമുമ്പിലെത്തിച്ചു. രാമൻ്റെ വലതുവശത്ത് സുഗ്രീവനും ഇടതുവശത്ത് ലക്ഷ്മണനും, മുമ്പിൽ തൊഴുകയ്യുമായി മന്ത്രിമാരും. രാമൻ്റെ മുമ്പിലെത്തിയ ചാരന്മാർ ഭയം കൊണ്ട് വിറച്ചു. രാമനെ പ്രണമിച്ചു. ഗദ്ഗദത്തോടെ സങ്കടം പറഞ്ഞു, സൈന്യബലം അളക്കുവാൻ വേണ്ടി രാവണൻ ഞങ്ങളെ അയച്ചതാണ്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരറിഞ്ഞു? ഒളിച്ചു വന്നു, എല്ലാവരും അറിഞ്ഞു. ഞങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി ഉചിതമായതു ചെയ്യണേ പ്രഭു. ചാരന്മാരുടെ വാക്കുകേട്ട് പുഞ്ചിരിച്ചിട്ട് ദയാമയനായ രാമൻ അവരെ ആശ്വസിപ്പിച്ചു. വിഭീഷണൻ അവരെ വധിക്കാനൊരുങ്ങി. രാമൻ വിഭീഷണനെ തടഞ്ഞു. ക്ഷമിക്കുക, ചാരന്മാരെ വധിക്കുന്നത് രാജധർമ്മമല്ല. നിങ്ങൾ ഒളിച്ചു വന്നു, ചുറ്റി നടന്നു, എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. തിരികെ പൊയ്ക്കോളൂ. രാവണനോട് 2 വാക്ക് പറഞ്ഞേക്കുക. ആളില്ലാത്ത സമയത്ത് എൻ്റെ സീതയെ മോഷ്ടിച്ചു. പേടിച്ച് കടല് കടന്നു ഇവിടെ കൊണ്ടുവന്നു. ഞാനും ആ കടല് കടന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. ഖരദൂഷണന്മാരുടെ വിവരം അറിയാമല്ലോ. നാളെ നിനക്കും അതാണ് ഗതി. വല്ലപാടും ഇന്നത്തെ രാത്രി കഴിഞ്ഞുകൊള്ളട്ടെ. നാളെ രാവിലെ നിന്റെ വംശത്തിൽ ഒരുത്തനും ബാക്കി കാണില്ല. രാവണൻ 3 ലോകങ്ങളിലും നടന്ന് സുന്ദരികളെ തട്ടിക്കൊണ്ടുവന്നു. അലങ്കരിച്ച് അവരുടെയെല്ലാം പ്രാണനാഥനായി നടക്കുകയാണ്. പേടിച്ചിട്ടും മറ്റു ഗതിയില്ലാഞ്ഞിട്ടും അനാഥകളായതുകൊണ്ടും അവർ ആശ്രയിക്കുന്നു.
സീതയുടെ ശാപം കൊണ്ടും എൻ്റെ കോപം കൊണ്ടും രാവണൻ നശിക്കും, രക്ഷപ്പെടുകയില്ല. ഇതും കൂടി രാവണനോട് പറഞ്ഞേക്ക്, അവൻ്റെ 10 തലകളും ഞാൻ അറുത്തു കളയും. അതുപോലെ ഛദ്രദണ്ഡങ്ങൾ വിഭീഷണന് നൽകും, റാണി മണ്ഡോദരിയെയും. ഇത് രാവണനോട് പറഞ്ഞേക്കൂ. രാമൻ ശുഖസാരണന്മാർക്ക് രാജപ്രസാദം നൽകി അയച്ചു. അവർ ലങ്കയിലെത്തി. രാവണൻ്റെ അടുത്തു ചെന്ന് തല ഉയർത്തി ഖരമുള്ള ശ്വാസത്തിൽ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് സൈന്യങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് കയറി. ഉടൻ തന്നെ വിഭീഷണൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞു, കൊല്ലാൻ വന്നതാണ്. രാമൻ ദയാമയൻ ഞങ്ങളെ വെറുതെ വിട്ടു. അതുപോലെ വാനര സൈന്യം മുഴുവൻ ലങ്കയിലെത്തിയിരിക്കുന്നു. ഇനിയും വരാനുണ്ട്, എണ്ണാൻ കഴിയില്ല, അത്രത്തോളമുണ്ട്. കണ്ടാൽ കട്ട പിടിച്ച ഇരുട്ടാണെന്ന് തോന്നും. ചിലർക്ക് സ്വർണവർണം, ചിലർ ശ്യാമളഗാത്രർ, ചിലർ ചുവന്ന നിറക്കാർ. യുദ്ധത്തിന് ചെല്ലുന്നവരുടെ പ്രാണൻ വിറയ്ക്കും. മഴത്തുള്ളികൾ എണ്ണാം, എന്നാൽ രാമസൈന്യത്തിലെ വാനര നായകന്മാരെ എണ്ണാൻ ആർക്കും കഴിയില്ല. ആകാശത്തിലെ താരകങ്ങളെ എണ്ണാം, സമുദ്രത്തിലെ വെള്ളം പോലും അളക്കാം, എന്നാൽ രാമസൈന്യത്തിലെ വാനരന്മാരെ എണ്ണാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. ഈ വിധം പറഞ്ഞിട്ട് രാമൻ പറഞ്ഞ കാര്യങ്ങളും കൂടി രാവണനെ അറിയിച്ചു. ശുഗൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാരണൻ രാവണനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമാകുന്നില്ലെങ്കിൽ കിഴക്കേ കോട്ടമുകളിൽ ചെന്ന് ഒന്ന് നോക്കിക്കോളൂ, അങ്ങേക്ക് തന്നെ വിശ്വാസമാകും. ലങ്കേശ്വരൻ കോപത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് മരണഭയമില്ലേ? ശത്രുവിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശംസിക്കുന്നു. യമൻ പോലും ഭയപ്പെടുന്ന എൻ്റെ വാൾ ചന്ദ്രഹാസം ചരാചരങ്ങളെ മുഴുവൻ വിറപ്പിക്കുന്നു. എന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഈ വിധം രാമനെ പറ്റി നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എനിക്ക് ശ്രീരാമനും ലക്ഷ്മണനും ആരുമല്ല, അവർ എനിക്ക് തുല്യരുമല്ല. 2 പേരെയും ഞാൻ വധിക്കും. ഇന്ദ്രജിത്ത് കോപിച്ചാൽ ഇവരാരെങ്കിലും രക്ഷപ്പെടുമോ? ശത്രു സൈന്യത്തെ നിരീക്ഷിക്കാനാണ് നിങ്ങളെ വിട്ടത്. എന്നിട്ട് നിങ്ങൾ അവരെ പ്രശംസിക്കുന്നു. രാജാവിനെ പ്രസാദിപ്പിക്കേണ്ടവർ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഓർത്ത് ഞാൻ ഇപ്പോൾ കോപിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയിക്കൊള്ളുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെ പ്രാണൻ നഷ്ടമാകും. രാവണൻ ഇത്രയും പറഞ്ഞപ്പോൾ 2 പേരും ഓടി രക്ഷപ്പെട്ടു. ശ്രീരാമനും വാനര സൈന്യവും ലങ്കയിലെത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ രാവണൻ യുദ്ധത്തിന് തയ്യാറായി വന്നില്ല. സൈന്യവിന്യാസം പൂർണ്ണമായി കഴിഞ്ഞു. പടയാളികൾ തമ്മിൽ ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. ശ്രീരാമൻ വിഭീഷണനോട് ചോദിച്ചു, രാവണൻ എന്താണ് യുദ്ധം തുടങ്ങാത്തത്? വിഭീഷണൻ പറഞ്ഞു, ശ്രദ്ധിക്കണം, ഇരുപക്ഷത്തുമുള്ള സൈന്യത്തിൻ്റെ ശബ്ദം കൊണ്ട് ലങ്കാധിപതി സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീരുമാനം അറിയാൻ ഒരു ദൂതനെ അയക്കണം. രാമൻ വിഭീഷണനുമായി ആലോചിച്ചിട്ട് ഹനുമാനെ വിളിച്ചു പറഞ്ഞു, പവനനന്ദന, ലങ്കാധിപൻ എന്തു ചെയ്യുന്നുവെന്ന് അറിഞ്ഞിട്ട് വരണം. ഇത് കേട്ട് ജാമ്പവാൻ പറഞ്ഞു, ഹനുമാൻ ഒരു വട്ടം ലങ്കയുടെ ഉള്ളിൽ പോയതാണ്. ഹനുമാനെ കണ്ടാൽ ലങ്കേശ്വരൻ കോപിക്കും. മാത്രമല്ല വീണ്ടും വീണ്ടും ഇവൻ തന്നെ വരുന്നത് രാമസൈന്യത്തിൽ വേറെ വീരന്മാരില്ലാഞ്ഞിട്ടാണോ എന്ന് വിചാരിക്കും. തെക്കേ ഗോപുരത്തിൽ അങ്കദനുണ്ട്, അങ്കദനെ വിളിച്ചുകൊണ്ടുവരൂ. അങ്കദൻ ഹനുമാനേക്കാൾ വീരനാണ്, അവനെ അയച്ചാൽ മതി. രാമൻ്റെ ഉത്തരവനുസരിച്ച് അങ്കദൻ അടുത്തേക്ക് വന്നു. അങ്കദൻ പ്രഭുവിനെ നമസ്കരിച്ചു. പ്രഭോ ആജ്ഞാപിച്ചാലും. അങ്കദ, മഹാബലവാനായ നീ ചെന്ന് രാവണനെ പ്രകോപിപ്പിച്ചിട്ട് വരണം. ഈ വിധം ശ്രീരാമൻ പറഞ്ഞു. പ്രഭോ, എന്നെ അതിന് നിയോഗിക്കുന്നതിൽ യുക്തിയില്ല. ഞാൻ ബാലിയുടെ പുത്രനാണ്. അതുകേട്ട് പുഞ്ചിരിയോടുകൂടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അങ്കദ,
ബാലിയെ വധിച്ചത് സത്യത്തിൻ്റെ പേരിലാണ്. നിന്നിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. നീ ഒരിക്കലും എനിക്കെതിരെ പ്രവർത്തിക്കുകയില്ല. അത് കേട്ട് സന്തോഷത്തോടെ അംഗദൻ പറഞ്ഞു, പ്രഭോ, ഞാൻ അവൻ്റെ 10 തലകളും നഖം കൊണ്ട് കിള്ളിയെടുത്തുകൊണ്ട് വരാം. ബാലിയുടെ വിക്രമത്തെപ്പറ്റി അങ്ങേക്ക് അറിയാമല്ലോ. യുദ്ധസമയത്തെ എൻ്റെ കഴിവുകൊണ്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. രാക്ഷസന്മാരുടെ ഇടയ്ക്കു കയറി ബഹളമുണ്ടാക്കി രാവണനെ ചീത്ത വിളിച്ച് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം. ഇത് കേട്ട് സുഗ്രീവൻ അംഗദനോട് പറഞ്ഞു, നീ എനിക്ക് പ്രാണനാണ്, അതിവിക്രമനാണ് നീ, അച്ഛൻ്റെ മകൻ തന്നെ. ഇത്രയും കാലം രാജകീയ സുഖത്തിൽ ഞാൻ നിന്നെ പരിപാലിച്ചു. ഇന്ന് നിന്റെ വിക്രമം രാമന് കാണിച്ചു കൊടുക്കണം. നീ ലങ്കയിൽ ചെന്ന് രാവണനോട് പറയണം, വന്ന് ശ്രീരാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്ക്, ഇല്ലെങ്കിൽ രാമലക്ഷ്മണന്മാർ നിന്നെ തുണ്ടം തുണ്ടമാക്കി കളയുമെന്ന്. നിന്റെ വംശത്തിൽ ഒന്നിനെയും തന്നെ ബാക്കി വെച്ചേക്കുകയില്ല എന്നും കൂടി പറയണം. അംഗദൻ സന്തോഷത്തോടെ യാത്ര പുറപ്പെടാൻ നേരം വിഭീഷണൻ പറഞ്ഞു, ബാലിപുത്ര, എൻ്റെ വാക്കായിട്ട് ഇതും കൂടി പറയണം. ജ്യേഷ്ഠൻ്റെ ദുരാചാരങ്ങൾ കണ്ട് മനസ്സുമടുത്ത് സഭയിൽ വന്ന് ഞാൻ ഹിതകരവും ഗുണകരവുമായ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിന് എന്നെ തൊഴിച്ചു പുറത്താക്കി. മൂഢനായി വിഭീഷണൻ പറഞ്ഞത് കാര്യമാക്കണ്ട. നല്ല മന്ത്രിയുണ്ടെങ്കിൽ മാത്രമേ ഒരുവൻ മഹാരാജാവായി ഇരിക്കുകയുള്ളൂ. തർപ്പണം ചെയ്യാൻ ഒരുവൻ വേണമല്ലോ എന്നുവെച്ച് ഞാൻ ജീവിച്ചിരിക്കുകയാണ് എന്ന് വിഭീഷണൻ പറഞ്ഞ് അയച്ചു എന്ന് തന്നെ പറയണം. രാമനെ വീണ്ടും വന്ദിച്ച് രാവണനെ നിന്ദിക്കാൻ ബാലിപുത്രൻ അംഗദൻ പുറപ്പെട്ടു. അങ്ങനെ അംഗദൻ രാവണൻ്റെ കൊട്ടാരത്തിലെത്തി. രാവണൻ സദസ്സിനോട് പറഞ്ഞു, 2 മനുഷ്യരും കുറേ കുരങ്ങന്മാരും കൂടി എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട്. ശിശുക്കൾ അവർക്ക് എന്നെ അറിയുകയില്ല. അതിനാൽ അവർ എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പഠിക്കട്ടെ. ഇതുകേട്ട് അവിടെ കൂടിയിരുന്ന മറ്റു മന്ത്രിമാരെല്ലാം രാവണനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്രകാരം രാവണൻ മന്ത്രിമാരുമായി ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സദസ്സിലേക്ക് അംഗദൻ വന്നിറങ്ങി. വളരെ വലിയ ശരീരം, മന്ദമന്ദമായ നടത്തം. കിഴക്കൻ മലയിൽ നിന്ന് സൂര്യൻ ഇറങ്ങി വരുന്നത് പോലെ, സൂര്യചന്ദ്രന്മാരെ പോലെ 2 കണ്ണുകൾ, തല ചെന്ന് ആകാശത്തിൽ മുട്ടുന്നു. ഗോപുരത്തിൽ നിന്ന് സേനാപതിമാർ അംഗദനെ കണ്ടപ്പോൾ നിശബ്ദരായി. രാജാവിൻ്റെ രക്ഷകർ പാമ്പിനെ കണ്ട എലിയെപ്പോലെ പേടിച്ചോടി. ഓടിച്ചെന്ന് പൊത്തുകൾ ഉണ്ടാക്കി ഒളിച്ചിരുന്നു. രാവണൻ വലിയൊരു സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകണ്ട് അംഗദൻ വാലു വളച്ച് ചുരുളാക്കി സിംഹാസനത്തിനേക്കാൾ വലിയ ഒരു ആസനമുണ്ടാക്കി അതിന് മുകളിൽ കയറി ഇരുന്നു. അതുകണ്ട് രാവണൻ ക്രുദ്ധത്തോടുകൂടി, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബാലിപുത്രനാണ് എന്ന് അംഗദൻ മറുപടി പറഞ്ഞു. എന്നിട്ട് രാവണനെ നിന്ദിക്കാൻ തുടങ്ങി. പല വാക്കുകളും പറഞ്ഞ് രാവണനെ നിന്ദിച്ചു. രാവണൻ്റെ ഓരോ പരാജയത്തെ പറ്റിയും ഓർമ്മിപ്പിച്ചു. ബാലി രാവണനെ പരാജയപ്പെടുത്തിയ കാര്യം പറഞ്ഞ് കളിയാക്കി. അതിനുശേഷം ഇന്ദ്രജിത്തിനോട് ചോദിച്ചു, ഇന്ദ്രജിത്തെ, സത്യം പറയൂ, ഈ ഇരിക്കുന്നതൊക്കെ നിന്റെ അച്ഛന്മാരാണോ? എല്ലാവർക്കും എന്തു തേജസ്, വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. രാവണൻ്റെ 10 തല നോക്കിയിട്ടാണ് ഈ വിധം പറഞ്ഞ് കളിയാക്കിയത്. ഇങ്ങനെ പല തരത്തിൽ അംഗദൻ രാവണനെയും സദസ്സിലുള്ള മറ്റുള്ളവരെ എല്ലാവരെയും കളിയാക്കി. അവർ പരസ്പരം പരിഹസിച്ചു. അവസാനം അംഗദൻ്റെ വാക്കുകൾ സഹിക്കാൻ വയ്യാതെ രാവണൻ്റെ 20 കണ്ണുകളും അഗ്നിഗോളം പോലെ ജ്വലിച്ചു. ദൂതൻ്റെ കഴുത്തു വെട്ടുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ നിന്റെ അഹങ്കാരം സഹിക്കുന്നു. ബാലിയോടും കാർത്തവീരാർജുനനോടും പടപൊരുതി
തുല്യനായി നിന്ന മാന്ധാതാവിനെ തോൽപ്പിച്ച ദേവഗന്ധർവന്മാരെ ജയിച്ച എന്നോട് രാമൻ എന്തു ചെയ്യാനാണ്? ഉടനെ അംഗദൻ പറഞ്ഞു, അത് നേരിട്ടറിയുന്നതാണ് നല്ലത്. ഒരു രാമബാണം വംശത്തോടൊപ്പം നിന്നെ സംഹരിക്കും. അംഗദൻ വീണ്ടും പറഞ്ഞു, അവസാനമായി പറയുകയാണ് ലങ്കാധിപ, ഇതൊന്ന് കേൾക്കൂ. രാമൻ കടൽ കടന്നെത്തിക്കഴിഞ്ഞു. നീ യമപുരിക്ക് അടുത്തെത്തി. രാജാവായിരുന്നതുകൊണ്ട് മാത്രം മറ്റുള്ളവരുടെ ഭാര്യയെ അപഹരിച്ചവനാണ് നീ. ബ്രഹ്മാവിൻ്റെ വരം ഒന്നുകൊണ്ട് മാത്രം ഇന്ദ്രനെ ജയിച്ചവനാണ് നീ. നിന്റെ ബലം രാമനാൽ മാത്രം തകർക്കാനേ കഴിയുകയുള്ളൂ. രാമനെ ആശ്രയിക്കൂ, സീതയെ തിരികെ കൊടുക്കൂ, സ്വന്തം ജീവൻ രക്ഷിക്കൂ, രാമനോട് സന്ധി ചെയ്യൂ, എന്നാൽ ജീവൻ രക്ഷിക്കാം. മറ്റൊരു വഴിയുമില്ല. ജാതിയിൽ രാക്ഷസന്മാരാണെന്നോർത്ത് വിവേകം ഇല്ലാതാവണമെന്നില്ല. നിന്റെ സഹോദരൻ വിഭീഷണൻ രാമനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞു, മിത്രമായി തീർന്നു. ശ്രീരാമനെ അംഗീകരിക്കുക, വിഭീഷണനെ സ്വീകരിച്ച് ആദരിക്കുക. അംഗദൻ പറഞ്ഞത് ലങ്ക മുഴുവൻ പരന്നു. ലങ്കയ്ക്ക് രക്ഷയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ലങ്കേശന് കോപം മൂത്തു. അംഗദൻ്റെ അഹങ്കാരം കണ്ടില്ലേ, അവനെ പിടിക്ക് എന്ന് ആക്രോശിച്ചു. സേനാപതിമാരുമായി രക്ഷാമാർഗം ആലോചിച്ചു. രാവണന് അംഗദനെ ഭയമായി തുടങ്ങി. അംഗദൻ കോപത്തോടെ പറഞ്ഞു, മറ്റു വാനരന്മാരൊന്നുമില്ല, ഞാൻ ബാലിയുടെ പുത്രനാണ്. രാവണ, നിന്റെ ക്രോധത്തിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? നീ എൻ്റെ മുമ്പിൽ വലുതാകണ്ട. ശ്രീരാമനും സുഗ്രീവനും കൂടി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. കുംഭകർണനെയും രാവണനെയും രാമൻ തന്നെ വധിക്കും. ഇന്ദ്രജിത്തിനെയും അതികായകന്മാരെയും ലക്ഷ്മണൻ വധിക്കും. മറ്റു രാക്ഷസന്മാരെയൊക്കെ വാനരന്മാർ വധിക്കും. ആർക്കെങ്കിലും ഒരു കൈ നോക്കണമെങ്കിൽ ഇങ്ങ് വരട്ടെ. ഒറ്റയടിക്ക് ഞാൻ ഇപ്പോൾ തന്നെ യമപുരിയിലേക്ക് അയക്കാം. ദശാനനൻ ക്രോധാകുലനായി നാലുപാടും നോക്കി. അംഗദൻ്റെ കാലിലും കയ്യിലും കൂടി 4 പേർ പിടിച്ചു. 4 നിശാചരന്മാർ അംഗദനെ തല്ലി. അംഗദൻ്റെ ദൃഢശരീരത്തിൽ അവർ എന്തു ചെയ്യാൻ? അംഗദൻ അവർ 4 പേരെയും കൊണ്ട് ഒറ്റച്ചാട്ടത്തിന് കോട്ടയുടെ മുകളിലെത്തി. 4ൻ്റെയും തല കോട്ടയുടെ മേൽ അടിച്ചു. തല പൊട്ടിച്ചിതറി. രാക്ഷസന്മാർ അത് കണ്ട് ഭയന്നു. കോട്ടയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അംഗദകുമാരൻ വിചാരിച്ചു, ശ്രീരാമന് ഉപഹാരമായി എന്താണ് കൊണ്ടുപോകേണ്ടത്? ഹനുമാൻ ലങ്കയിൽ നിന്ന് തിരികെ വന്നപ്പോൾ സീതാദേവിയുടെ ചൂടാരത്നം കൊണ്ടുവന്നു കൊടുത്തു. രഘുപതിക്ക് സന്തോഷമായി. ഹനുമാനിൽ വലിയ സന്തുഷ്ടനായി. അതുപോലെ രാമനെ സന്തോഷിപ്പിക്കണം. രാവണൻ്റെ രത്നകിരീടം തട്ടിയെടുത്ത് കൊണ്ടുചെന്ന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചു. കോട്ടമേൽ നിന്ന് ഒറ്റച്ചാട്ടത്തിന് രാവണൻ്റെ മേൽ പതിച്ചു. രാവണൻ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. 2 പേരും ഭൂമിയിൽ വീണു ഒരുമിച്ചലറി. 2 സിംഹങ്ങൾ മല്ലയുദ്ധം നടത്തി. ഇന്ദ്രനും ഗരുഡനും ഏറ്റുമുട്ടിയതുപോലെ മൽപിടുത്തത്തിനിടയിൽ അംഗദൻ രാവണനെ അടിച്ചു വീഴ്ത്തിയിട്ട് കിരീടവും കൊണ്ട് ഗഗനത്തിലേക്കുയർന്നു. രാവണൻ ഭയന്നു വിറച്ചു. തല കുനിച്ചു നിന്നുകൊണ്ട് ശരീരത്തിലെ പൊടി തുളച്ചു. സേനാപതിമാരെല്ലാം ചുറ്റുമുണ്ട്. ഈ ദുർഗതി കാണാനേ കഴിഞ്ഞുള്ളൂ. രാവണൻ ചോദിച്ചു, എല്ലാവരും ഉണ്ടായിട്ട് എന്ത് കാര്യം? കുരങ്ങൻ എല്ലാവരുടെയും നടുക്കു നിന്ന് കിരീടവും കൊണ്ടുപോയി. വീരന്മാർ അപ്പോൾ പറഞ്ഞു, ലങ്കാധിപതി, അവിടുന്ന് ഇപ്പോൾ തന്നെ തോറ്റുപോയിരിക്കുന്നു. ഞങ്ങൾ പിന്നെ എന്തു ചെയ്യും? ബാലിപുത്രൻ അങ്ങയോട് നേരിട്ട് യുദ്ധം ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ജീവനും കൊണ്ട് ഓടാമെന്ന്. 4 പേരാണ് ശ്രദ്ധയോടെ അവനെ പിടിച്ചു വച്ചത്. ആ 4 പേരെയും അവൻ കൊന്നുകളഞ്ഞു. ദശാനനൻ മിത്രങ്ങളോട് ആലോചിച്ചു. ശത്രു വന്ന് ശരിക്കും വിറപ്പിക്കുകയാണ്. അംഗദൻ ഒറ്റച്ചാട്ടത്തിന് രാമസന്നിധിയിലെത്തി. സുഗ്രീവനും അടുത്തുണ്ട്. അംഗദൻ രാവണൻ്റെ രത്നകിരീടം രാമന് തിരുമുൽ കാഴ്ചവെച്ചു. വാനരന്മാരെല്ലാവരും ജയഘോഷം മുഴക്കി. രാമൻ പുഞ്ചിരിയോടെ അംഗദനെ ആലിംഗനം ചെയ്തു. 4 ഗോപുരത്തിൽ നിന്നും വാനരന്മാരുടെ കോലാഹലം ഉയർന്നു കേട്ടു.
വാനരന്മാരെല്ലാവരും കൈക്കുടന്നയിൽ പൂ നിറച്ച് അംഗദനെ അർച്ചന ചെയ്തു. ശ്രീരാമൻ അംഗദനോട് ചോദിച്ചു, വീര, നിനക്ക് സുഖമല്ലേ? എങ്ങനെയാണ് ആ മഹാബലവാനെ തോൽപ്പിച്ചത്? എല്ലാം ഒന്ന് യഥാക്രമം വിസ്തരിച്ച് പറയൂ. അംഗദൻ ഉണ്ടായതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അംഗദന്റെ വാക്കുകൾ കേട്ട് രാവണൻ അപമാനം കൊണ്ട് തലകുനിച്ചു. അനേക കോടി സേനാപതികളുണ്ട്. അവരിൽ പ്രമാണിമാരെയെല്ലാം വിളിപ്പിച്ചു. രാവണൻ പറഞ്ഞു, സപ്തസ്വർഗങ്ങളും സപ്തപാതാളങ്ങളും ജയിച്ച എന്നെ ഭയന്ന് ദേവന്മാർ വിറയ്ക്കുന്നു. ഇന്ദ്രനും യമനും സൂര്യനും എന്നെ ഭയന്ന് അനങ്ങുന്നില്ല. എന്നിട്ടും ആ വാനരൻ വന്ന് ഇപ്രകാരം അപമാനിച്ചിരിക്കുന്നു. ഇന്ദ്രജിത്തെ, നീ തന്നെയാണ് ഏറ്റവും പ്രധാനിയായ സേനാപതി. രാമലക്ഷ്മണന്മാരെ വധിച്ച് അഭിമാനം സംരക്ഷിക്കണം. ആനപ്പടയും കുതിരപ്പടയും ഇളക്കി 4 ഗോപുരത്തിലും യുദ്ധം തുടങ്ങണം. ഇന്നത്തെ യുദ്ധത്തിൽ തന്നെ അവരെ വധിക്കണം. വളരെ ശ്രദ്ധിക്കണം. ആദ്യം അംഗദനെ വധിക്കണം, പിന്നെ മതി മറ്റുള്ളവരെ. സർവാംഗം രാജപ്രസാദങ്ങൾ അണിഞ്ഞു നിന്ന മേഘനാഥനെ അന്തഃപുര സ്ത്രീകൾ ആരതി ഒഴിഞ്ഞു. കയ്യും കണക്കുമില്ലാത്തത്ര സേനാപതിമാർ വായുവേഗത്തിലുള്ള തേരിൽ വന്നെത്തി. വിചിത്രമായി നിർമ്മിച്ച കനകരഥങ്ങൾ, അതിവിചിത്രമായി അലങ്കരിച്ച 8 കുതിരകളെ കെട്ടിയ സ്വർണങ്ങളും രത്നവും കൊണ്ട് അലങ്കരിച്ച രഥങ്ങൾ, 5 കോടി പടയാളികളും നിരന്നു. ആനകളും 20 കോടി കുതിരകളും നിരന്നു. ഇന്ദ്രജിത്ത് അച്ഛനെ തൊഴുതു നമസ്കരിച്ചിട്ട് രഥത്തിൽ കയറി. 20 യോജന പദത്തിൽ സൈന്യം നിറഞ്ഞു നിന്നു. ആയിരക്കണക്കിന് കൊമ്പുകളും കുഴലുകളും ഭേരികളും ലക്ഷക്കണക്കിന് മണികളും പെരുമ്പറകളും മുഴങ്ങി. കോടിക്കണക്കിന് ഭടന്മാർ അതോടൊപ്പം അട്ടഹസിച്ചു. ഭൂമി കുലുങ്ങി, ദേവന്മാർ നടുങ്ങി. ആനയും കുതിരയും തേരും കൂടി ഭൂമണ്ഡലത്തെ മറച്ചു. സേനാനീക്കം കൊണ്ടുയർന്ന പൊടിപടലം നിമിത്തം ആകെ ഇരുട്ടായി. ആദ്യം തന്നെ കിഴക്കേ ഗോപുരത്തിൽ ചെന്നു. ബാണങ്ങൾ വർഷിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് പെടുന്നുടനെ ബാണങ്ങൾ വർഷിക്കുകയായിരുന്നു. വാനരന്മാർ മരങ്ങളും കല്ലുകളും വർഷിച്ചു. വാനരന്മാരും രാക്ഷസന്മാരും കൂടിക്കലർന്നു. മഹായുദ്ധം കാണാനായി ദേവന്മാർ ആകാശത്തിൽ നിരന്നു. കരടിയുടെ രൂപത്തിലുള്ള വാനരന്മാർക്ക് ഭയമേയില്ല. മരണം സംഭവിക്കുമോ മുറിവേൽക്കുമോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. സൈനികർ ഏറ്റുമുട്ടിയപ്പോൾ രക്തം ചിന്തി. ഭാദ്രമാസത്തിലെ ഗംഗാനദിയെപ്പോലെ രക്തം ഒഴുകി. ആനകളും കുതിരകളും രക്തകളഭം ചാർത്തി. വാനരന്മാർ ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്തോടെ പൊട്ടിച്ചിരിച്ചു. അതനുസരിച്ച് രക്തനദിയിൽ തിരകൾ ഉയർന്നു. യുദ്ധത്തെപ്പറ്റി എന്തു പറയാൻ? ഒരു യുഗത്തിലും ഇതുപോലൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. അകാലത്ത് പ്രളയം ഉണ്ടായെന്ന് തോന്നും. കിഴക്കേ ഗോപുരത്തിൽ യഥാവധി യുദ്ധം തുടങ്ങിയിട്ട് ഇന്ദ്രജിത്ത് തെക്കേ ഗോപുരത്തിലേക്ക് ചെന്നു. അംഗദനെ കണ്ടപ്പോൾ തന്നെ ഇന്ദ്രജിത്ത് ചിരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചു, എൻ്റെ അച്ഛനെ അപമാനിച്ചിട്ട് നീ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു അല്ലേ? ഇന്ന് ഏതച്ഛൻ വന്നാലും നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അച്ഛനെ കൊന്നിട്ട് നിന്റെ അമ്മയെ വേറൊരുത്തൻ തട്ടിയെടുത്തു. എന്നിട്ട് നീ ആ അധമന് വേണ്ടി പണിയെടുക്കുന്നു. ഞാൻ ഇന്നു നിന്റെ കഴുത്തിലെ രക്തം കുടിക്കും. എൻ്റെ കൈകൊണ്ട് തന്നെ നീ ഇന്ന് മരിക്കും. നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് സഹിച്ചുകൂടാ. മറ്റാർക്കുമല്ല, എനിക്ക് തന്നെയാണ് അത് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ മേഘനാഥൻ. അംഗദന് ഇത് കേട്ട് ഒരു കൂസലുമില്ല. നീ വെറുതെ അലറുകയാണ്. ഞാൻ നിന്നെ ഇന്ന് ചവിട്ടിക്കൊല്ലും. ലങ്കയ്ക്കകത്ത് വെച്ച് നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. ആ ദേഷ്യം എന്നെ പിടിച്ച 4 രാക്ഷസന്മാരോട് തീർത്തു. സന്യാസിയുടെ വേഷം കെട്ടി നിന്റെ അച്ഛൻ സീതയെ കട്ടു. ആ പാപം കാരണം രാമൻ്റെ ഒറ്റ അമ്പേറ്റ് മരിക്കേണ്ടി വന്നത് എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ യമപുരിക്കയക്കും. കള്ളൻ്റെ മകനെ പെരുങ്കള്ള, നിന്റെ യുദ്ധവും ഇതോടുകൂടി തീരും. ഇതും കൂടി കേട്ടപ്പോൾ കോപം പെരുത്ത ഇന്ദ്രജിത്ത് ശരം തൊടുത്തു. ഇന്ദ്രജിത്തിൻ്റെ ബാണം അനവധി വാനരന്മാരുടെ പ്രാണനെടുത്തു. വാനരന്മാർ അംഗദൻ്റെ അടുത്തേക്ക് ചെന്നു. അംഗദൻ കോപം കൊണ്ട് വിറച്ചു. ഇന്ദ്രജിത്തിനുമേൽ കല്ലും മരവും ചൊരിഞ്ഞു. അംഗദൻ്റെ വിക്രമം കണ്ട് ഇന്ദ്രജിത്ത് വിറച്ചു.
ആകാശത്തിലേക്ക് ചാടി ഉയർന്നുകൊണ്ട് ഇന്ദ്രജിത്ത് യുദ്ധം വീക്ഷിച്ചു. യുദ്ധത്തിന് യാതൊരു തടസ്സവും എവിടെയും ഇല്ല എന്ന് കണ്ട് ഇന്ദ്രജിത്തിൻ്റെ മനസ്സിൽ ഭയം തോന്നിത്തുടങ്ങി. അങ്ങനെ യുദ്ധം തുടരുകയാണ്. ഹരേ കൃഷ്ണ.